ഒരു സ്റ്റാൻഡേർഡ് ക്രിക്കറ്റ് പ്ലെയർ എന്ന രീതിയിലാണ് ശ്രേയസ് അയ്യറിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ഫാൻസ്. പക്ഷെ KKRും BCCIയും അങ്ങനെയല്ല എന്നാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 2024 മെയ് 26 ശ്രേയസ് അയ്യറിന്റെ ക്യാപ്റ്റൻസിയിലാണ് KKR മൂന്നാമത്തെ IPL കിരീടം ചൂടുന്നത്. ഇക്കൊല്ലം നോക്കുകയാണെങ്കിൽ പ്ലേ ഓഫിന്റെ 7 അയലത്ത് പോലും എത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല. പോയിന്റ് ടേബിളിൽ 8ാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത്. എന്നാൽ അവർക്ക് കിരീടം വാങ്ങിക്കൊടുത്ത അതേ ക്യാപ്റ്റൻ മറ്റൊരു ടീമിൽ കളിച്ച് ആ ടീമിനെ IPL പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തു. ഇത് കാണുമ്പോൾ ആർക്കായാലും ഒരു കുശുമ്പ് തോന്നില്ലേ? സ്വാഭാവികം എന്ന് മാത്രമേ അത് പറയാനായിട്ട് സാധിക്കൂ. അവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2025 മെയ് 26 ഒരു ഫോട്ടോ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ റിലീസ് ചെയ്യുകയാണ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ റിലീസ് ചെയ്യുകയാണ്. ആ ഒരു ഫോട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ IPL കിരീടം നേടിയിട്ടുണ്ട്, 3ാമത്തെ IPL കിരീടം എടുത്തിട്ട് 1 ഇയർ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത് റിലീസ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോയിൽ അവരുടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നില്ല. ശ്രേയസ് അയ്യർ ആണല്ലോ കഴിഞ്ഞ വട്ടം അവർക്ക് കിരീടം വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ ശ്രേയസ് അയ്യർ ആ ഒരു ഫോട്ടോയിൽ ഉണ്ടായിരുന്നില്ല. ഇത് കാണുന്ന KKR ഫാൻസ് അവർ ശരിക്കും നല്ലൊരു റിയൽ ഫാൻസ് ആണെന്ന് തോന്നുന്നു. അവർ കമന്റിൽ നല്ല രീതിയിൽ പൊങ്കാല. അതിനുശേഷമാണ് അവർ പുതിയൊരു ഫോട്ടോ റിലീസ് ചെയ്യുന്നത് വിത്ത് ശ്രേയസ് അയ്യർ ആ ഒരു കപ്പ് ഉയർത്തുന്നത് പോലത്തെ ഒരു ഫോട്ടോ റിലീസ് ചെയ്യും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും അതിന്റെ ഒരു കമന്റിൽ പോവുകയാണെങ്കിൽ കാണാൻ സാധിക്കും. മെയിൻ ആയിട്ട് എല്ലാവരും കമന്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രേയസ് അയ്യർ കം ബാക്ക് അല്ലെങ്കിൽ ശ്രേയസ് അയ്യറിനെ റിലീസ് ചെയ്ത് വലിയൊരു തെറ്റായി പോയി, ശ്രേയസ് അയ്യർ ആണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കപ്പ് എടുക്കാനുള്ള മെയിൻ റീസൺ എന്നുള്ള ഒരുപാട് കമന്റ്സ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ക്രിക്കറ്റ് അറിയുന്ന ഒരുവിധം ആളുകളൊക്കെ ശ്രേയസ് അയ്യറിന്റെ ആ ഒരു ടാലന്റിൽ ശരിക്കും പറഞ്ഞാൽ ഇംപ്രസ്ഡ് ആണ്. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ആയാലും അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് ആയാലും അതായത് ഒരു മിഡിൽ ഓർഡറിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യത്തിൽ ഇന്ത്യൻ ഫാൻസ് ഇംപ്രസ്ഡ് ആണ്. പക്ഷെ ഇവിടെ ഇംപ്രസ്ഡ് ആകാത്ത ഒരു വ്യക്തിയുണ്ട്, അത് വേറെ ആരുമല്ല, ഗൗതം ഗംഭീർ ആണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ക്ലാഷ് ആണ് 2024 KKRൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ക്ലാഷ് ആണ് ശരിക്കും പറഞ്ഞാല് ശ്രേയസ് അയ്യറിന് ആ ഒരു IPL കിരീടം എടുത്തു കൊടുത്തിട്ടും ഇത്രയും നല്ല രീതിയിലുള്ള ഒരു റെക്കഗ്നീഷൻ കിട്ടാതിരുന്നതും മെയിൻ ആയിട്ട് ശ്രേയസ് അയ്യർ ആ ഒരു മെഗാ ലേലത്തിൽ റിലീസ് ആകപ്പെടാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം ഗംഭീർ എന്ന് പറയുന്ന ആ ഒരു ശകുനി, ആ ശകുനിയുടെ തല അവിടെ വർക്ക് ചെയ്തുകൊണ്ടാണ്. ഈ ഒരു ശകുനി KKRൽ മാത്രമല്ല ശ്രേയസ് അയ്യറിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യൻ ടീമിലേക്കുള്ള അദ്ദേഹത്തിന്റെ എൻട്രിക്കും ഈ ഒരു ശകുനി ശരിക്കും പറഞ്ഞാൽ വലിയൊരു തടസ്സമാണ്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഇന്ത്യയുടെ ഒരു പര്യടനം നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ്, ആ ഒരു ടെസ്റ്റ് സീരീസിൽ ശരിക്കും പറഞ്ഞാൽ ശ്രേയസ് അയ്യറിന് സ്ഥാനം ഇല്ല എന്നുള്ളതാണ്. ഇവിടെയും ഗൗതം ഗംഭീറിന്റെ ആ ഒരു ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ ഏർലി റിട്ടയർമെന്റിലും ഈ ഒരു തലയ്ക്ക് ചിലപ്പോൾ പങ്കുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു നല്ലൊരു ലാസ്റ്റ് മാച്ച് പോലും കൊടുക്കാതെ പെട്ടെന്ന് തന്നെ റിട്ടയർ ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് വിരാട് കോഹ്ലിക്ക് ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ ഈ ഒരു അടുത്ത കാലഘട്ടങ്ങളിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. അതായത് നല്ല പ്ലെയേഴ്സിന് പോലും നല്ലൊരു സെൻഡ് ഓഫ് പോലത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ലാതെ ഏതോ ഒരു കാലഘട്ടത്തിൽ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു വിടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ BCC ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കളിക്കാരൻ ഇത്രയ്ക്ക് നാൾ ആത്മാർത്ഥമായിട്ട് കളിച്ചിട്ട് ഒരു നല്ലൊരു ഇത് കൊടുക്കാത്തത് എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രസന്റ് IPLിലേക്ക് വരാം. IPLിൽ ഇപ്പൊ ക്വാളിഫൈ ആയിട്ടുള്ള പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ള 4 ടീമുകൾ നോക്കുകയാണെങ്കിൽ പഞ്ചാബ്, ബാംഗ്ലൂർ, ഗുജറാത്ത് ആൻഡ് മുംബൈ, ഈ 4 ടീമുകളാണ്. ഈ 4 ടീമുകളിൽ ആദ്യത്തെ പോയിന്റ് ടേബിളിൽ ആദ്യം നിൽക്കുന്ന 2 ടീമുകൾ 17 വർഷമായിട്ട് IPL കളിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും അവർ കപ്പടിച്ചിട്ടില്ല. സോ ഓൾ ക്രിക്കറ്റ് ഫാൻസ്, ഓൾ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസ് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ എന്ന് പറയുന്ന വിരാട് കോഹ്ലിയുടെ ആ ഒരു ടീം കപ്പടിക്കുവാനായിട്ടായിരിക്കും മേ ബി ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 17 വർഷത്തെ ആ ഒരു സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു സീസണിൽ മുഴുവൻ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് ബാംഗ്ലൂരിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വിരാട് കോഹ്ലി. പക്ഷെ ഒരു കപ്പ് എടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, സ്റ്റാർട്ടിങ് മുതൽ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18ാമത്തെ സീസൺ 18ാമത്തെ ജേഴ്സി നമ്പർ മേ ബി വിരാട് കോഹ്ലിയുടെ ആ ഒരു ബാംഗ്ലൂർ കപ്പടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരറ്റത്ത് എന്ത് തൊട്ടാലും കപ്പാക്കി മാറ്റുന്ന അല്ല ഐശ്വര്യമാക്കി മാറ്റും ശ്രേയസ് അയ്യർ ഉള്ളിടത്തോളം കാലം മേ ബി ആ ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു സാധ്യത തന്നെയാണ്. മറ്റു 2 ടീമുകൾ നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് ആയാലും മുംബൈ ആയാലും ഓൾറെഡി അവർ കപ്പ് എടുത്തിട്ടുള്ള ടീമുകളാണ്. ഗുജറാത്ത് ഒരു വട്ടം എടുത്തിട്ടുണ്ട്, മുംബൈ 5 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. അതായത് 2 ടീമുകൾ ഓൾറെഡി IPL കിരീടം എടുത്തിട്ടുള്ള ടീമാണ്. ഫസ്റ്റ് നിൽക്കുന്ന 2 ടീമുകൾ ഇതുവരെ IPL കിരീടം എടുക്കാത്ത ടീമുകളാണ്. ഏത് ടീമായിരിക്കും 2025 IPL എന്ന് പറയുന്നത്? ഈ 4 ടീമിൽ ഏത് ടീമായിരിക്കും കപ്പ് എടുക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യുക. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ 2025 IPLന്റെ ആ ഒരു ഫൈനൽ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു വീഡിയോയിൽ ആ ഒരു വ്യക്തിയുടെ ID സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഒരു ചെറിയൊരു റെക്കഗ്നീഷൻ കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ ഒരു ചെറിയൊരു റെക്കഗ്നീഷൻ എന്ന രീതിയിൽ നമ്മൾ ആ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ കറക്റ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏത് ടീമായിരിക്കും, ഗുജറാത്ത് ആണോ, ബാംഗ്ലൂർ ആണോ, മുംബൈ ആണോ, പഞ്ചാബ് ആണോ, ഏത് ടീമായിരിക്കും 2025 IPL കിരീടത്തിൽ മുത്തമിടുക എന്നുള്ളത്? നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ.